വീണ്ടും റിവീൽ ടുഡേയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ശനിയാഴ്ചകളും ഇടുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന മെസ്സേജുകളാണ് ഇടുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയൊരു പഠനത്തിലൂടെയോ വലിയൊരു ക്ലാസ്സുകളിലൂടെയോ ധാരാളം പുസ്തകങ്ങൾ വായിച്ചോ ഒന്നും പറയുന്നതല്ല. അതൊക്കെ വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. ജീവിത അനുഭവങ്ങളാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ജീവിതത്തിലുണ്ടായ പരാജയങ്ങളെ പരിഹരിച്ചുകൊണ്ട് ആ പരിഹരിക്കാൻ ദൈവത്തിൻ്റെ വലിയൊരു സഹായമുണ്ട്. എങ്കിൽ പോലും നാം ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. ഞാൻ നാളിൽ പറഞ്ഞ പോലെ പള്ളിയിൽ വരുന്ന ഒരു അമ്മാമ്മ പറഞ്ഞു, പള്ളി വരുമ്പോൾ സ്വർഗമാണ്, വീട്ടിൽ ചെല്ലുമ്പോൾ നരകവും. അപ്പം പള്ളിയകത്തൊരു സ്വർഗവും വീടൊരു നരകവും അങ്ങനെയൊന്നുമില്ല. എവിടെ ആണെങ്കിലും നമുക്ക് സ്വർഗവും നരകവും സൃഷ്ടിക്കാൻ കഴിയും. അതേക്കുറിച്ചൊരു ചെറിയ ചിന്ത പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ വീടിനെ സ്വർഗമാക്കാൻ കഴിയും. ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് ഞാൻ ദൈവ ശുശ്രൂഷകനാകൊണ്ട് ഈ ലോകം കൊണ്ട് തീരുന്നില്ല, വരുവാനുള്ളൊരു ലോകം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി. ഇപ്പോൾ എൻ്റെ ആ വചനവുമായിട്ടത് ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾക്ക് സമാധാനപരമായ ഒരു സ്വർഗം, സ്വർഗമെന്ന് പറയുമ്പോൾ ആനന്ദമുള്ള, വേണം ഇങ്ങനെ അതിലുപരി പറയാം, സ്വസ്ഥതയുള്ള സമാധാനമുള്ളൊരു ജീവിതം നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പം എന്നെ കേൾക്കുന്നൊരു വ്യക്തി പറയും, ബ്രദർ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമല്ല, തലമുറകളുണ്ട്, ഇന്ന് വരെ സ്നേഹം അനുഭവിച്ചിട്ടില്ല, ഞാൻ ഇന്ന് വരെ സ്വസ്ഥത അനുഭവിച്ചിട്ടില്ല, എൻ്റെ കുടുംബജീവിതം വളരെ പരാജയം, എൻ്റെ ഭർത്താവ് ഒരു വഴിക്ക്, കുഞ്ഞുങ്ങളൊരു എല്ലാം വീട്ടിലുണ്ട്, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, ഒരു സ്വസ്ഥത എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുകയാണ്, ഇന്ന് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തുടങ്ങാൻ തയ്യാറായ തീരുമാനങ്ങളാണ് വരുന്നത്. ഏതൊരു കാര്യങ്ങളോ ഒരു ഓവർനൈറ്റ് കൊണ്ട് ഇന്ന് രാത്രി കൊണ്ടോ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സംഭവിച്ചിട്ടുണ്ട്. വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. തീരുമാനങ്ങൾ ഇന്നെടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾ നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുവരും. ഇപ്പം നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചിത്രം ഉണ്ടായിരിക്കും, അല്ലെ ഭാര്യ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ച് നിങ്ങൾക്കൊരു പിക്ചർ ഉണ്ടായിരിക്കും. പക്ഷെ അതിനെ, ആ പിക്ചർ നെഗറ്റീവ് ഫീലിംഗ് കൊണ്ടുവരുന്നതാണെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിലൂടെ നിങ്ങൾക്കത് മാറ്റാൻ കഴിയും. ഞാൻ ഒരിക്കലും ഇന്നത് പറഞ്ഞാൽ തോന്നുന്നു, ഞാൻ ചെറുപ്പകാലങ്ങളിൽ കുഞ്ഞിലെ കാര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ സത്യം ചെയ്യുമ്പോൾ എൻ്റെ മൂത്ത പെങ്ങൾ പറയും, എന്നൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളല്ലേ, നമ്മൾ ജയിക്കാൻ വേണ്ടി കള്ളം പറയും, ഓരോ കാര്യത്തിൽ വാശിയും ദുർവാശിയും. അപ്പം എൻ്റെ മൂത്ത സിസ്റ്റർ പറയും, നീ സത്യമൊന്നും ചെയ്യണ്ട, എനിക്കറിയാം നീ എന്തോ പറയും. അപ്പം എനിക്കും അറിയാം ഞാൻ അവരോട് പറയുന്ന കള്ളമാണ്. പക്ഷെ ഇന്ന് വളർന്നു, വ്യക്തിത്വത്തോട് വളർന്നു, ഇന്ന് പുരുഷനായി, അതിലുപരി പുരുഷനെന്ന് പറയുമ്പോൾ കുടുംബജീവിതമായി, ഭർത്താവായി, അപ്പനായി, ഈ ലെവലിൽ വന്നപ്പോഴേ എന്തുവാണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ ദൈവിക ശുശ്രൂഷകരുണ്ടായപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്കും ദൈവത്തിൻ്റെ മുമ്പിലും നാം ആരാണ്, എന്താണ് നമ്മുടെ വാക്കുകൾക്കുള്ള പ്രസക്തി, ജീവിതത്തിലുള്ള പ്രസക്തി എന്താണ്, സ്വഭാവത്തിനുള്ള പ്രസക്തി എന്താണ് നാം മനസ്സിലാക്കുമ്പോൾ ഇന്ന് ആൾക്കാർ എന്തു പറഞ്ഞാലും നമ്മളത് മുഖവിലയെടുക്കേണ്ട കാര്യമില്ല. പണ്ടൊരു ദൈവിക ശുശ്രൂഷനെ കുറിച്ച് എന്തോ ഒരു തെറ്റിദ്ധാരണ, അദ്ദേഹത്തിൻ്റെ സഭയുമായി ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, എന്നെക്കുറിച്ച് ഇങ്ങനൊരു തെറ്റിദ്ധാരണ. അപ്പോൾ അത് കേട്ട് ഒരു സീനിയർ മിനിസ്റ്റർ പറഞ്ഞെന്തെന്നറിയോ, മിസ്റ്റർ, നിങ്ങൾക്ക് ആ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം 101% എനിക്ക് ആ കാര്യത്തിൽ നല്ലൊരു മനസാക്ഷി ഉണ്ടല്ലോ, ഷട്ട് യുവർ മൗത്ത്, നിങ്ങൾ മിണ്ടാതിരിക്കും. പക്ഷെ കാലം തെളിയിച്ചു അദ്ദേഹം സത്യസന്ധനാണെന്ന്. അദ്ദേഹം വീണ്ടും ഇന്ന് മിനിസ്ട്രിയിൽ ഉയർന്ന ലെവലിലേക്ക് വന്നു. ആ ഒരു തരത്തിൽ മാലിന്യപ്പെടാൻ ഒരിക്കലും ഇടയാൽ, കാരണം അദ്ദേഹത്തിന് ആ കാര്യത്തിൽ 101% ഉറപ്പുണ്ടായി. അപ്പം നമുക്കൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പല വിഷയങ്ങളും നമ്മളെല്ലാം വക്കീലന്മാരുടെ കുപ്പായം ഇട്ട് നമ്മളെല്ലാം വാദിക്കുന്നവർ, പക്ഷെ നമ്മൾ സ്വയം വാദിക്കാൻ തയ്യാറാകുന്നില്ല. ചിലപ്പോൾ ശരിയാണ്, വേറൊരു വ്യക്തിയുടെ മുമ്പിൽ വെച്ച് നമ്മളെ ഇടിച്ച് നമ്മൾ താഴ്ത്തി, ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന് പറയാൻ ഞാൻ അതിനോടും താല്പര്യപ്പെടുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ രഹസ്യമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ, ഞാൻ ഇന്നതുകൊണ്ടാണ്, അങ്ങനെ സ്വയം വിശകലനം ചെയ്യാനായിട്ട് നാം തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നമ്മളിലുണ്ടാകും. ഞാൻ പലപ്പോഴും സഭയെ ശുശ്രൂഷകളൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോഴും ഞാൻ പലപ്പോഴും, ദൈവമേ, ഞാൻ അങ്ങനെ പറഞ്ഞത് കറക്റ്റാണോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചു, എനിക്ക് വേണേൽ അല്പം കൂടെ സൗമ്യതയോടെ അവരോട് സംസാരിക്കാൻ, ഇച്ചിരി ക്ഷമയോടെ ആ കാര്യം അവതരിപ്പിക്കാമായിരുന്നു
കാര്യം സെയിമാ. പാത്രങ്ങളിൽ, പല പാത്രങ്ങളിൽ കൊടുക്കുന്ന പോലെ സൗമ്യതയുടെ ഒരു പാത്രത്തിൽ, സ്നേഹത്തിൻ്റെ ഒരു പാത്രത്തിൽ, ക്ഷമയുടെ ഒരു പാത്രത്തിൽ അത് വിളമ്പാമായിരുന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നേച്ചർ ഉണ്ടെങ്കിൽ പോലും. അപ്പം വീടിനകത്ത് മാറ്റം വരണമെങ്കിൽ ഒരു തീരുമാനമെടുക്കുക. ഇപ്പോൾ ഒരു കുടുംബനാഥനാണെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിന് ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ. ഞാൻ പലപ്പോൾ പറയും, മദ്യപാനികൾ പോലും, മദ്യപാനി ഞങ്ങൾ വേദപ്രകാരം അതിനെ അംഗീകരിക്കുന്നില്ല. കാരണം മദ്യപാനികൾ ദൈവരാജ്യ അവകാശത്തിൽ അത് കലഹം ഉണ്ടാക്കുന്നതാണ്, പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ കർത്താവിനെ അറിയാത്ത കാലത്ത് ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മദ്യപിക്കുമ്പോഴും ആ ഒരു വ്യക്തി കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടോ. മറ്റത് ന്യായീകരിക്കുകയല്ല, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഒരപ്പൻ്റെ സ്ഥാനത്ത് ആ വ്യക്തി നിൽക്കുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളിൽ നിന്ന് വലിയ ബഹുമാനമോ വലിയൊരു കരുതലോ കിട്ടത്തില്ല, കിട്ടാൻ ആഗ്രഹിക്കുകയും വേണം. കാരണം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറാനൊക്കത്തില്ല. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് ആ സ്ത്രീയെ പോറ്റാനും പുലർത്താനും കുഞ്ഞുങ്ങളെ, തലമുറകളെ ആ ഒരു കാര്യത്തിലാണ് ആ വീട്ടുകാരെ ഏൽപ്പിക്കുന്നത്. ഉത്തരവാദിത്തമില്ലാത്ത ലെവലിലേക്ക് വരുന്നതുകൊണ്ടല്ലേ പല ഡിവോഴ്സുകൾ, പല കാരണങ്ങളുള്ളിൽ ഒരു കാരണമാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ. അപ്പോൾ ഒരു മാറ്റം വരണം. പലരും പറയും, ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ട് എനിക്ക് ജോലികളൊന്നും ലഭിക്കുന്നില്ല. ജോലി ലഭിക്കും, ജോലി ശ്രമിച്ചാൽ. കാരണം വേദപുസ്തകം പോലും പറയുന്നു, അന്വേഷിച്ചാൽ കണ്ടെത്തും, ചോദിപ്പീൻ ലഭിക്കും, മുട്ടുവീഴും തുറക്കപ്പെടും, അന്വേഷിച്ചാൽ കണ്ടെത്തും. നിങ്ങൾ ശ്രമം തുടർന്നുകൊണ്ടിരുന്നാൽ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. പലരും രാവിലെ ഇറങ്ങും, മനസ്സിൽ ചിന്തിക്കുന്ന ഇന്ന് പണിയൊന്നും കിട്ടരുതെന്ന് പറഞ്ഞു, അല്ലേ ഇറങ്ങിപ്പോയി, ഒന്നൊന്നുമില്ല, ഇന്ന് പലരും ഇപ്പോൾ ക്ഷാമോ, ഇപ്പോൾ പലരും പറഞ്ഞു വർക്കുകളൊന്നും കിട്ടുന്ന സമയമില്ല. അങ്ങനെയല്ല. ഉത്തരവാദിത്തങ്ങൾ, വീട്ടിൽ ഞാൻ സമാധാനമുണ്ട്. ഞാൻ നിമിത്തം എന്താണ് വീട്ടിൽ പ്രശ്നം? ഒരു സ്ത്രീ ചിന്തിക്കണം, ഒരു പുരുഷൻ ചിന്തിക്കണം, ഞാൻ നിമിത്തം എന്താണ് അവിടെ പ്രയാസങ്ങൾ, ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കണം. കുഞ്ഞുങ്ങൾ ചിന്തിക്കണം, കുഞ്ഞുങ്ങൾക്ക് മതിയായ അളവിൽ ഞാൻ സ്നേഹം കൊടുക്കുന്നുണ്ടോ, അവരുടെ ഭാവി വിഷയങ്ങളിൽ ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ടോ. അപ്പോൾ കുറവുകൾ പരിഹരിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ സക്സസ് ആവും നിങ്ങൾ ചിന്തിക്കല്ലേ. പക്ഷെ അതിനൊരു ടൈം എടുക്കും. ഇപ്പോൾ ഒരാൾ ഒരു ഫാറ്റി, ഒത്തിരി ഓവർ ഫാറ്റുള്ളൊരു മനുഷ്യൻ തീരുമാനിക്കുക താൻ ഡയറ്റ് ചെയ്യാനും തൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കണം, തനിക്ക് രോഗങ്ങൾ അല്ലെങ്കിൽ അത് മാറ്റം വരണം, താൻ തീരുമാനം എടുക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് മാറ്റം വരത്തില്ല, ഒരാഴ്ച കൊണ്ട് വരത്തില്ല. കണ്ടിന്യൂലി താൻ ചിലപ്പോൾ ഒരു മണിക്കൂർ നടക്കുമായിരിക്കും, 3/4 മണിക്കൂർ നടക്കുന്നു, ചെറിയ ഗ്രൗണ്ട് എക്സർസൈസ് ചെയ്യുന്നു, താല്പര്യമുള്ളവരാണ് ചെറിയ വർക്കൗട്ട് ചെയ്യുന്നു, ചെറിയ വെയിറ്റുകൾ എടുക്കുന്നു. അത് ചിലപ്പോൾ ഒരു വർഷങ്ങൾ കൊണ്ടായിരിക്കും മാറ്റം വരുന്നത്. പക്ഷെ ആ തീരുമാനത്തിൽ താൻ ചെയ്യുമ്പോൾ താൻ അറിയാതെ അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അതുപോലെ കുടുംബജീവിതങ്ങളിൽ ഒരു ഭാര്യ ചിന്തിക്കുക, എൻ്റെ വീട് ഇങ്ങനെ നരകമായി, ഇങ്ങനെ ഏകാന്തമായി, ഇങ്ങനെ തകർച്ചകളുമായി, പരസ്പരം മിണ്ടാട്ടമില്ലാതെ ഇങ്ങനൊരു ശ്മശാനമാണ് എൻ്റെ വീട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിൽ തെറ്റുകൊണ്ട് എൻ്റെ ഭർത്താവിനോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. അത് ചോദിക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ആ പുരുഷൻ തയ്യാറാണ്. ഞാൻ പലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാനിങ്ങനെ ഒരു വ്യക്തിയോട് ഇങ്ങനെ ക്ഷമ ചോദിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി ചെന്ന് അവരോട് ക്ഷമിക്കണമേ, ആ ദൈവസ്നേഹത്തിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവരതിനെ റെസ്പോണ്ട് വളരെ നെഗറ്റീവായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒന്ന് ക്ഷമിക്കാൻ പറയും. അവരെപ്പോലെ ജീവിതത്തിൽ സംസ്കാരമില്ലാത്തവർ, അല്ലെ അവരെപ്പോലെ വളരെ എന്തോ അതിന് പറയുന്നത്, എനിക്കൊരു വേർഡ് ഇനി പറയാൻ പറ്റത്തില്ല, അത് മോശപ്പെട്ട വ്യക്തികൾ. കാരണം ഒരാൾ തകർന്നായിരിക്കും, അവരുടെ ആത്മാഭിമാനം പടയം വെച്ചാൽ നമ്മളോട് ഒന്ന് ക്ഷമിക്കണമേ എന്ന് പറയും. അവരെ എംബ്രേസ് ചെയ്യാൻ. സാരമില്ല, സോൾ റൈറ്റ്, സാരമില്ല, എനിക്കറിയാം, ഞാൻ അന്നേരം മറന്നു, കുഴപ്പമില്ല, ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വിട്ടേരെ, എനിക്ക് അങ്ങനെ ഹൃദയത്തിൽ ഒന്നുമില്ല എന്ന് പറയാനുള്ളൊരു മര്യാദ മനുഷ്യനാണെങ്കിൽ അതിനുണ്ട്. പരസ്പരം ക്ഷമിക്കുക. എൻ്റെ ഭാര്യയിൽ നിന്ന് അങ്ങനെ വരുമ്പോൾ എനിക്കറിയാം നീ പിന്നെയും പറഞ്ഞിട്ട് നീ പഴയ പടിയാ, നിന്നൊരു മാറ്റമൊന്നുമില്ല, നീ ഇന്നാളുടെ ഇങ്ങനെ അങ്ങനെ പറയുമല്ലോ, അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അവർ അങ്ങനെ പറയണമെങ്കിൽ അവർ രൂപാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരു പുരുഷൻ അങ്ങനെ പറയുമ്പോൾ എന്തിനാ എപ്പോഴും അങ്ങനെ പറയുന്നതല്ല, ഒരു സംസ്കാരത്തിൻ്റെ പാർട്ട് ഓഫ് അവർ കൾച്ചർ അവർ പറയുകയാണ്. യെസ്, അവരെ പെട്ടെന്ന് എംബ്രേസ് ചെയ്ത് സാരമില്ല. അങ്ങനെയൊക്കെ വന്ന് കുഞ്ഞുങ്ങളെ, മക്കളെ ഞാൻ വേണ്ടവണ്ണം നിനക്ക് സ്നേഹം തന്നില്ല, ഞാൻ പണത്തിൻ്റെ പുറകെയായിരുന്നു, രോഗത്തിൻ്റെ പുറകെയായിരുന്നു, എനിക്ക് ഒല്ല വെട്ടിപ്പിടിക്കാനായിട്ട് ഞാൻ പോയി, മക്കളെ നിങ്ങളെ സ്നേഹിച്ചില്ല. ആ കുഞ്ഞുങ്ങളെ ഒന്ന് മാറോട് ചേർക്കാനും ഉടനെ ആ കുഞ്ഞുങ്ങൾ നിഗ്ലക്റ്റ് ചെയ്യില്ല. ഡാഡിക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, മമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ളതല്ല. അനുഭവങ്ങളാണ് ഞാൻ പറയും. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ സമാധാനം അനുഭവിക്കുന്നു. ഒരു ദൈവിക ശുശ്രൂഷകനായതുകൊണ്ട് ആ ഭവനം വലിയ അനുഗ്രഹമാണെന്ന് പറയണമെന്നില്ല. പരസ്പരം മനസ്സിലാക്കുക, പരസ്പരം ക്ഷമിക്കുകയും. ഞാൻ ഇന്നലെയും ചിന്തിച്ചു, എൻ്റെ മക്കൾ ജോലി ചെയ്യുന്ന മോനെ ആഴ്ചയിലൊരിക്കലൂടെ വരും, അമ്മ അന്ന് പോകുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ആ സ്നേഹവും കാണുന്നുണ്ട്. ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും. മറ്റേ കുറച്ച് കാലം മുമ്പ് അങ്ങനെയല്ല, അവൻ വളർന്ന സമയത്തിൽ ഒത്തിരി ദേഷ്യപ്പെടുന്നൊരു മനുഷ്യനാണ്, എല്ലാത്തിനും ദൂരത്തിനെ പിടിക്കുന്നതെല്ലാം. പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ
ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഒരു തർക്കം ഞാനും എൻ്റെ വൈഫ് വന്നു. കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവൻ്റെ അത്ഭുതപ്പെടും, പപ്പായ്ക്ക് മാറ്റും. കാര്യം ഞങ്ങൾ തീരുമാനമെടുത്തു. ഞങ്ങൾ ഒരാൾ പറഞ്ഞ ഒരു ഭാര്യ പറഞ്ഞു, സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അയാൾ ദൈവദൂതനാണ്, വീട്ടിൽ വരുമ്പോൾ അയാൾ രാക്ഷസനാണ്. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ പച്ചയായ, ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന പച്ചയായ മനുഷ്യൻ തന്നെ ഞാൻ. എനിക്ക് വേറൊരു കൃത്രിമ രൂപമൊന്നും എനിക്കില്ല. വേറൊരു കോട്ടോ ഉടുമ്പോൾ ഡ്രസ്സുകളൊക്കെ ഞങ്ങളുടെ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ മാറിയിടുമായിരിക്കും. പക്ഷെ മാറ്റങ്ങളില്ല. എന്നെ ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ ജീവിത ശുശ്രൂഷയുടെ അടുത്തിരിപ്പുണ്ട്. അവർക്ക് എൻ്റെ ഭവനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഓഫീസുമായിട്ട്. വേറൊരു രൂപമില്ല. ഈ കാണുന്നത് തന്നെ പച്ചയായ, അതാ ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കും. അല്ല മനുഷ്യരെ കാണുമ്പോൾ ഒരു രൂപം, പുറത്തൊരു ഭവ്യത, പുറത്തൊരു വിനയം, കപടാഭിനയം ഒന്നും വേണ്ട. അപ്പോൾ ഇന്നെനിക്ക് ഈ മെസ്സേജ് ഞാനിവിടെ ഷോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യതയാണ്, നിങ്ങൾ ഇന്നൊരു നല്ല തീരുമാനമാണ്. അനുഭവങ്ങളാണ് ഞാൻ ഈ വിളിച്ചു പറയും. എനിക്ക് എൻ്റെ ഭാര്യയെ സ്നേഹിക്കും, എൻ്റെ ഭർത്താവിനെ ഞാൻ കീഴടങ്ങാന്ന് പറഞ്ഞാൽ തലകുനിഞ്ഞിരിക്കുക എന്നുള്ളതല്ല, ബഹുമാനിക്കും. കുഞ്ഞുങ്ങളെ ഞാൻ സ്നേഹിക്കും. എൻ്റെ മകള് പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയുടെ വളരെ ശ്രദ്ധ കുഞ്ഞുങ്ങൾക്ക് വേണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദുഃഖത്തോട് പറഞ്ഞില്ലേ, പ്രായപൂർത്തിയായ ഒരു പെൺകുഞ്ഞ് പറഞ്ഞു, എന്നെ ഗുണദോഷിക്കാൻ ആരുമില്ല, തെറ്റ് പറഞ്ഞു തന്നിട്ടില്ല. ഇന്ന് തന്നെ ആരും തെറ്റ് പറയുമ്പോൾ എനിക്ക് പ്രയാസകരം, എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് പറഞ്ഞു തന്നിരിക്കാം. ഞാൻ തീർച്ചയായിട്ടും കാര്യം ആ മാതാവ് പിതാവ് ഇവളെ പേടിച്ചായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം പറഞ്ഞാൽ അവൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ ഞാനിതുകൊണ്ട് രണ്ട് സൈഡും കൂടെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തിരുത്തണം, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളതല്ല. നമ്മൾ പറയുന്ന ഡോക്ടർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് രോഗിക്ക് ഇനി അക്സെപ്റ്റ് ചെയ്യാനൊക്കെ അവരുടെ ബന്ധുക്കളോട് പറയും, തുറന്നു പറയണം, നിങ്ങളിങ്ങനെ ഈ പോയ അവസ്ഥയിൽ. അപ്പം നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇന്ന് ഒരു സമാധാനമായ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നൊരു തീരുമാനം, ഞാനൊരു തീരുമാനം എടുത്ത ആളാണ്. ആ തീരുമാനത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു, എനിക്ക് സ്വസ്ഥതയുണ്ട്. ഇന്ന് പലർക്കും വീട്ടിലോട്ട് വരാൻ മടി. ഇന്ന് ഹോട്ടൽ മുറിയും പലയിടത്തും വീട്ടിലോട്ട് വരുമ്പോൾ അവർക്കൊരു ഭയവും ഭാരവുമാണ്. പക്ഷേ നിങ്ങൾ എത്ര ദൂരെയാണെങ്കിലും വീട്ടിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇത് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, എല്ലാവരുടെയും ജീവിതം അങ്ങനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സമാധാനം അനുഭവിക്കും. തീർച്ചയായിട്ടും യു ആർ വെൽക്കം. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ സന്തോഷം. ഏതെങ്കിലും ഒരു കുടുംബങ്ങൾ, ഞാൻ ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം നിങ്ങളുണ്ടോ? ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നിങ്ങളുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കുഞ്ഞുങ്ങളിലുണ്ടോ? പരസ്പരം ഒന്ന് മാനസാന്തരപ്പെട്ട് ഒന്ന് തിരുത്തി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവകാര്യങ്ങൾ ഒന്ന് കൊടുത്തുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ തയ്യാറായി. നമുക്ക് ഈ ക്ഷണിക ജീവിതമല്ല ഇവിടെ. എൻ്റെ ഇതിനകത്ത് പറയുന്ന 60, 70, ഏറെയാലും 80. ഇപ്പം നമ്മൾ ഈ ക്ഷണിക ജീവിതത്തിൽ നമുക്ക് എന്തോടുന്ന് കൊണ്ടുപോകാൻ കഴിയുന്നു? ഒന്നുമല്ലെങ്കിൽ നമ്മളെ ഓർത്ത് ആ ഭാര്യ അല്ലേ, ആയുഷ്കാലം മുഴുവൻ പൊട്ടിക്കരണമെന്ന് പറയുന്നില്ല, നല്ലൊരു മനുഷ്യനായ എത്രയോ പേരെക്കുറിച്ച് പറയാൻ. എൻ്റെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട എൻ്റെ പിതാവ് ഇന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ അവരെയായിരിക്കും ഉയർത്തി പറയാം. പക്ഷെ എൻ്റെ അനുഭവങ്ങൾ ഭയങ്കര ഒത്തിരി മോനെ മക്കളെ എന്നൊന്നും പറഞ്ഞ് മാറോട് ചേർത്തിട്ടില്ല. പുറത്ത് ഉത്തരവാദിത്തമുള്ളൊരു പിതാവായിരുന്നു, നമ്മളെ സ്നേഹിച്ച ഒരു പിതാവായിരുന്നു. ഒന്നിനും അദ്ദേഹം മാറിയിരുന്നില്ല. ആരോഗ്യം വരെയുള്ള കാര്യം മക്കൾക്ക് വേണ്ടി. അതൊരു കലാകാരനായിരുന്നു. അദ്ദേഹം വേണം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകാതെ അദ്ദേഹം വില കൊടുത്തുകൊണ്ട് അന്നത്തെ കാലത്ത് അറിയാമല്ലോ, മക്കളെ വളർന്നു നല്ലൊരു മാതൃകയായിട്ട് ജീവിച്ച് ഞങ്ങൾക്കൊരു വലിയ പേര് തന്നു. നമുക്ക് അങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ഒരുപക്ഷെ ഞങ്ങൾ പുരുഷനാണ്, തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെ ആ കുഞ്ഞുങ്ങൾ വേദനയോട് ഒരു പ്രാവശ്യം പോലും പപ്പായെക്കുറിച്ച് മമ്മിയെക്കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയാൻ ആ കുഞ്ഞുങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ശോഭനീയമായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇന്ന് പറയാനുള്ള ടോപ്പിക്ക് അതാണ്. നമുക്ക് സ്വർഗം, നമ്മുടെ വീട് സമാധാനമുള്ളതാക്കാൻ മാറ്റാൻ നിങ്ങളിലാണ് തുടങ്ങേണ്ടത്. മാനസാന്തരത്തിലൂടെ തുടങ്ങുന്നത്. പരസ്പരം ക്ഷമിക്കാൻ. ഒരാളൊരു ക്ഷമ ചോദിക്കും. ശരി, നമുക്കിങ്ങനെ പോയാൽ പറ്റത്തില്ല, നമ്മുടെ വീട് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. കുഞ്ഞുങ്ങളോട് പറയും, മക്കളെല്ലാം കൂടെ വിളിച്ച് എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ ഇങ്ങനെ കുറവുകളുണ്ട്, പരസ്പരം തിരുത്താനും പരസ്പരം പഴിയാരുന്നതിന് പകരം, ഒത്തിരി കുറ്റപ്പെടുന്നതിന് പകരം പരസ്പരം തെറ്റുകൾ മനസ്സിലാക്കി രൂപാന്തരപ്പെടണം. വലിയ സമാധാനപരമായ ഒരു ജീവിതം നയിക്കാനിടയിൽ അതിന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും എൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹം, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ആ ഒരു കുടുംബ ജീവിതത്തിനുള്ള സന്തോഷം നിങ്ങളിലേക്ക് ഞാൻ പകരുന്നു. എല്ലാത്തിലും നല്ല അപ്പനായി അമ്മയായി കുഞ്ഞുങ്ങളായി നല്ല ഇതായിട്ട് നിങ്ങൾ ആ സന്തോഷം നിങ്ങൾ നിറയട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കും.